ചിതറ ഗ്രാമപഞ്ചായത്തിലെ കണ്ണങ്കോട് 4 സെന്റ് കോളനിയിലെ മിച്ചഭൂമിക്ക് പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ചിതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പരാതി നൽകി. 5 ഏക്കറോളം വരുന്ന മിച്ചഭൂമിയിൽ 100ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ താമസിക്കുന്നത്. 1982 ഇവർക്ക് പട്ടയം നൽകാൻ ഉത്തരവായിരുന്നു. എന്നാൽ ഇതുവരെയും പട്ടയം നൽകിയില്ല. പട്ടയം നൽകുന്നതിനായി സർവേ നടപടികൾ ആരംഭിച്ചിരുന്നെങ്കിലും പ്രദേശത്തെ ഒരു സ്വകാര്യ വ്യക്തി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇത് തടഞ്ഞുവത്രേ. 5 ഏക്കർ വരുന്ന ഭൂമിയിൽ 1 ഏക്കറോളം ഇയാൾ കൈവശം വെച്ചിരിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു. പരാതി അന്വേഷിച്ച നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി റവന്യൂ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിച്ചഭൂമിക്ക് പട്ടയം കിട്ടുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. കണ്ണങ്കോട്ടെ പാവങ്ങളുടെ മിച്ചഭൂമി അവിടുത്തെ CPI നേതാവ് കൈയടക്കി വെച്ചിരിക്കുന്നതായുള്ള കാര്യം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്തുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ റവന്യൂ സെക്രട്ടറിക്ക് എത്രയും പെട്ടെന്ന് അന്വേഷിച്ചുകൊണ്ട് ഇത് നടപടി ഉണ്ടാകണമെന്ന് അദ്ദേഹം റവന്യൂ സെക്രട്ടറിയോട് നിർദ്ദേശിക്കുകയുണ്ടായി. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ഈ മിച്ചഭൂമി അതിന്റെ സർവേ നടപടികൾ പൂർത്തിയാക്കി അളന്ന് തിരിച്ച് അർഹരായ ആളുകൾക്ക് പട്ടയം നൽകുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. ഈ ആവശ്യത്തിൽ ഊന്നിക്കൊണ്ട് ഏതറ്റം വരെ ഈ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയായിട്ടുള്ള സമയത്താണ് 5 ഏക്കറോളം ഭൂമി മിച്ചഭൂമി ഇവിടെ പാവങ്ങൾക്ക് വേണ്ടി അനുവദിച്ച് കണ്ണങ്കോട് പ്രദേശം. ഈ ഭൂമി ചിതറയിലെ പ്രമുഖ CPI നേതാവായ ചിതറ പഞ്ചായത്തിലെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഒരു വ്യക്തി കയ്യേറിയിരിക്കുകയാണ്. ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് നിരവധി സമരപരിപാടികൾ സംഘടിപ്പിച്ചു. എന്നിട്ടും ആ മിച്ചഭൂമി യഥാർത്ഥ അവകാശം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി ഈ നേതാവ് സഹകരിക്കാത്തതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ചടയമംഗലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹസൻ, ചിതറ മണ്ഡലം വൈസ് പ്രസിഡന്റ് സെയ്ഫ് കലയപുരം, ചിതറ ടൌൺ കമ്മിറ്റി പ്രസിഡന്റ് രതീഷ് T. നായർ എന്നിവരാണ് പരാതിയുമായി മുഖ്യമന്ത്രിയെ കണ്ടത്. ന്യൂസ് ബ്യൂറോ, കടക്കൽ.